ഹായ് എല്ലാവർക്കും നമസ്കാരം. ദിശ അക്കാഡമിയുടെ പുതിയൊരു എക്സാം സ്പെഷ്യൽ SSC GD ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എക്സാമിങ് അടുത്തു. അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും തുടക്കത്തിൽ തന്നെ ഒരു ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതി പെർഫോം ചെയ്ത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. റീസണിങ് ഓൾമോസ്റ്റ് എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിൽ കുറച്ച് പേര് ഞാൻ ലൈവ് ക്ലാസ് ഒക്കെ എടുത്തപ്പോൾ കുറച്ച് പേര് ബ്ലഡ് റിലേഷൻ്റെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡൗട്ടൊക്കെ പറഞ്ഞു. എന്തെങ്കിലും ആശങ്ക ആ ഒരു ഏരിയയിൽ ഉണ്ടെങ്കിൽ അത് ഈ ഒരു ക്ലാസ്സോട് കൂടി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ എല്ലാവരും ഈ ഒരു ക്ലാസ് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ നിസ്സാരമായിട്ട് ഞാൻ നിങ്ങൾക്കത് ടോപ്പിക്ക് പറഞ്ഞു തരാം. ബ്ലഡ് റിലേഷൻ ഒരു രീതിയിലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ചിലരെ സംബന്ധിച്ച് ഈ ടോപ്പിക്ക് വളരെ എളുപ്പവും ചിലരെ സംബന്ധിച്ച് അല്പം കൺഫ്യൂഷൻ വരുന്നൊരു ടോപ്പിക്കാണ്. സിമ്പിളായിട്ട് ഞാനിത് പറഞ്ഞുതരാം. ബ്ലഡ് റിലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട സിമ്പിൾസ് ഒന്ന് പഠിച്ചു നോക്കുക. എന്തിനാണെന്ന് ചോദിച്ചാൽ ഡയഗ്രാം വരച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്ലസ് എന്ന് പറയുന്ന സിമ്പൽ നമ്മൾ മെയിലിനെ കാണിക്കാനും മൈനസ് സിമ്പൽ നമ്മൾ ഫീമെയിലിനെ കാണിക്കാനും ഡബിൾ ലൈൻ നമ്മൾ ഹസ്ബൻഡ് വൈഫ് റിലേഷനെ കാണിക്കാനും സിംഗിൾ ലൈൻ നമ്മൾ ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പിനെ കാണിക്കാനും അതുപോലെ തന്നെ ഒരു വെർട്ടിക്കലായിട്ടുള്ള ഈ ലൈൻ സൺ ഓർ ഡോട്ടർ റിലേഷൻഷിപ്പിനെ കാണിക്കാനാണ്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട റിലേഷൻസ് കൃത്യമായി ഡയഗ്രമാറ്റിക്കലി വരച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സിമ്പലുകൾ ഓർത്ത് വെക്കാൻ പറഞ്ഞത്. ഇതിന് അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ എ എന്ന് പറയുന്ന ആൾ ഒരു പുരുഷനാണ്, സിമ്പിളായിട്ട് റെപ്രസെന്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ വൈഫാണ് ബി. കണ്ടോ, സിമ്പിളായിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്തു, ജെൻഡറും കൊടുത്തു. ഇനി എയ്ക്കും ബിക്കും ഒരു മകനും മകളും ഉണ്ട്. എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എയുടെയും ബിയുടെയും മകനാണ്, താഴോട്ടല്ലേ വരുന്നത്. പേരറിയത്തില്ലെങ്കിൽ ഒരു ബ്രാക്കറ്റ് കൊടുത്തേ, ബ്രാക്കറ്റ് കൊടുത്തേ. ഒരു മകനും ഉണ്ട് മകളും ഉണ്ട്. അപ്പൊ അവർ തമ്മിൽ ബ്രദർ സിസ്റ്റർ അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ സിംഗിൾ ലൈൻ ഉപയോഗിച്ച് അവരെ തമ്മിൽ കണക്ട് ചെയ്ത്. അപ്പോൾ എയ്ക്കും ബിക്കും ഒരു മകനും ഉണ്ട് മകളും ഉണ്ട്. ഇനി എയുടെ ഫാദർ ആണ് എക്സ്. സിമ്പിളായിട്ട് ഇങ്ങോട്ട് ഡിനോട്ട് ചെയ്യാം. എയുടെ ഫാദർ ആണ് എക്സ്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓരോ ജനറേഷനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ലേ? എക്സ് എന്ന് പറയുന്നതിന്റെ എയുടെ മക്കളുടെ ഗ്രാൻഡ് ഫാദർ ആരാണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതേത് ജനറേഷനാണ്, ഈ ജനറേഷൻ ഏതാണ്, ഈ ജനറേഷൻ ഏതാണ് എന്നൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഇപ്പൊ ഗ്രാൻഡ് ഫാദറിനെയോ ഗ്രാൻഡ് മദറിനെയോ അല്ലെങ്കിൽ ഫാദറിനെയോ മദറിനെയോ ബ്രദറിനെയോ സിസ്റ്ററിനെയോ ഒക്കെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാം. അങ്കിൾ ആൻഡ് പോലെയുള്ള എല്ലാ റിലേഷൻഷിപ്പുകളും നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു ഡയഗ്രത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഡയഗ്രാം പഠിച്ചു വെക്കാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ഡയഗ്രാം വരയ്ക്കുന്ന രീതി അറിയാമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് തെറ്റാതെ ഇതിന്റെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഒരു 8 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ 8 ക്വസ്റ്റ്യൻസിലൂടെ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ സാധിക്കും. ശരി, ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ടൊന്ന് പോട്ടെ. എന്താണ് ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത? നിങ്ങൾ നോക്കൂ, ലാസ്റ്റ് വർഷം ചോദിച്ച ഒരു ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു രീതിയിലാണ് ഇപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. വളരെ സെന്റൻഷ്യലി ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് മാറ്റിയിട്ട് ഇതുപോലെ സിമ്പലുകൾ ഉപയോഗിച്ച് ബ്ലഡ് റിലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള മിക്കവാറുള്ള എല്ലാ ഷിഫ്റ്റുകളിലും നമ്മൾ കണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിലെ ഒരു 8 ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് എന്താണ് പി അറ്റ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഈസ് ദ സിസ്റ്റർ ഓഫ് ക്യൂ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. പി ആൻഡ് ക്യൂ എന്ന് വെച്ചാൽ പി ഈസ് ദ ബ്രദർ ഓഫ് ക്യൂ എന്നാണ് അർത്ഥം. പി ഹാഷ് ക്യൂ എന്ന് പറഞ്ഞാൽ പി ഈസ് ദ മദർ ഓഫ് ക്യൂ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ്ട് ഈ സിമ്പൽ ഉപയോഗിച്ചുള്ള റെപ്രസെന്റേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്ത് കാണിക്കണം. നോക്കൂ, എ ഹാഷ് ബി എന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം? അപ്പം പി ഹാഷ് ക്യൂ എന്താണെന്ന് നിങ്ങൾ നോക്കണം. പി ഹാഷ് ക്യൂ എന്താ കാണിക്കുന്നത്? പി ഈസ് ദ മദർ ഓഫ് ക്യൂ. അപ്പൊ എ ഹാഷ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഈസ് ദ മദർ ഓഫ് എന്താണ് ക്യൂ എന്നല്ലേ എന്റെ അർത്ഥം? എ ഈസ് ദ മദർ ഓഫ് ക്യൂ എന്നല്ലേ? പി ഹാഷ് ക്യൂ, പി ഈസ് ദ മദർ ഓഫ് ക്യൂ ആ. അപ്പൊ എ ഹാഷ് ബി എന്ന് വെച്ചാൽ എ ഈസ് ദ മദർ ഓഫ് ബി അല്ലെ? എ ഈസ് ദ മദർ ഓഫ് ബി. സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്തല്ലോ. ഇനി ബി അറ്റ് സി എന്ന് പറഞ്ഞാൽ എന്താ? ബി അറ്റ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി അറ്റ് ക്യൂ എന്താണെന്ന് നോക്കണം. പി ഈസ് ദ സിസ്റ്റർ ഓഫ് ക്യൂ. അപ്പൊ എന്താണ്? ബി ഈസ് ദ സിസ്റ്റർ ഓഫ് സി എന്നല്ലേ? ബി ഈസ് ദ സിസ്റ്റർ ഓഫ് സി. ഞാൻ ജെൻഡർ ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തുണ്ടോ? ഇനി സി ആൻഡ് ഡി. എന്താണ് സി ആൻഡ് ഡി എന്ന് പറയുന്നത്? സി ഈസ് ദ ബ്രദർ ഓഫ് ഡി എന്നല്ലേ? സി ഈസ് ദ ബ്രദർ ഓഫ് ഡി അല്ലെ? സി ഈസ് ദ ബ്രദർ ഓഫ് ഡി. ഇനി എന്താണ് ഡി ഹാഷ് ഇ? എന്താണ് ഡി ഹാഷ് ഇ? ഡി ഈസ് ദ മദർ ഓഫ് ഡി ഈസ് ദ മദർ ഓഫ് ഇ. ഡി ഈസ് ദ മദർ ഓഫ് ഇ. ഞാൻ സിമ്പിളായിട്ട് ഈ
ഡയഗ്രാം അങ്ങ് കാണിച്ചു തന്നത് മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഡയഗ്രാം അങ്ങ് വരച്ചു കഴിഞ്ഞാൽ ഇനി എന്താണ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം മക്കളെ. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഹൗ ഈസ് ബി റിലേറ്റഡ് ടു എഫ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എഫിന്റെ ആരാണ് ബി എന്നാണ് മക്കളെ. അത് അങ്ങനെ തന്നെ എടുക്കണം. ബി റിലേറ്റഡ് ടു എഫ് എന്ന് പറഞ്ഞ അർത്ഥം ബിയുടെ ആരാണ് എഫ് എന്നല്ല, എഫിന്റെ ആരാണ് ബി എന്നാണ്. എഫിന്റെ ആരാണ് ബി. അപ്പൊ അത് വായിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിന്റെ അർത്ഥം ബി റിലേറ്റഡ് ടു എഫ് എന്ന് പറഞ്ഞാൽ സാറേ ബിയുടെ ആരാണ് എഫ് എന്നല്ലേ? അല്ല. അതിന്റെ മീനിങ് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണ്ടേ? എഫിന്റെ ആരാണ് ബി. എഫിന്റെ ആരാണ് ബി പറഞ്ഞേ. എഫിന്റെ ആരാണ് ബി? ഒരെണ്ണം ഉണ്ടല്ലോ, ഇ അറ്റ് എഫ്. അതുകൂടെ മാർക്ക് ചെയ്തില്ലല്ലോ. എന്താണ് ഇ അറ്റ് എഫ് എന്ന് പറയുന്നത്? ഇ ഈസ് ദ സിസ്റ്റർ ഓഫ് എഫ്. ഇ ഈസ് ദ സിസ്റ്റർ ഓഫ് എഫ്. ഓക്കെ. അപ്പൊ ഇത്രയാകുമ്പോഴേ ഡയഗ്രാം കംപ്ലീറ്റഡ് ആവുന്നുള്ളൂ. ഞാനിത് മാർക്ക് ചെയ്തില്ലായിരുന്നു. ഇനി ഹൗ ഈസ് ബി റിലേറ്റഡ് ടു എഫ് പറഞ്ഞ മക്കളെ ആരാണ്? എഫിന്റെ ആരാണ് ബി? എഫിന്റെ ആരാണ് ബി? എഫിന്റെ അമ്മയുടെ സഹോദരി. അമ്മയുടെ സഹോദരി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മദർ സിസ്റ്റർ അല്ലേ? ഓപ്ഷനകത്തുണ്ട് മദർ സിസ്റ്റർ. മദറിന്റെ സിസ്റ്റർ ആണ് ആരെന്ന് പറയുന്നത്? ബി. സിമ്പിൾ ആയിട്ട് മനസ്സിലായോ? അപ്പൊ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതണമെങ്കിൽ ഈ മീനിങ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. വളരെ വിനയത്തോടു കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾ റീസണിങ്ങിൽ നിന്നുള്ള 20 മാർക്കും നമുക്ക് എന്ത് ചെയ്യണം? സ്കോർ ചെയ്യാനായിട്ട് സാധിക്കണം. 20 മാർക്കും നമുക്ക് എന്ത് ചെയ്യണം? കിട്ടണം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഏകദേശം 5 മാസങ്ങൾക്ക് മുമ്പ് സെപ്റ്റംബറിലാണ് ഞാൻ ആദ്യത്തെ ക്ലാസ് എടുത്തുകൊണ്ട് ദിശ അക്കാഡമിയുടെ എന്ത് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ GD-യുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫെബ്രുവരി 19 ആയി. അപ്പോൾ ഇന്ന് വരെ നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകളായും ലൈവ് ക്ലാസ്സുകളായും ഒരുപാട് ക്ലാസ്സുകൾ ലൈവ് മാരത്തോൺ ക്ലാസ്സുകളായി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 8 മണിക്കുള്ള അതുൽ സാറിന്റെ ക്ലാസ്സോടുകൂടി നമ്മുടെ ക്ലാസ്സുകൾ അവസാനിക്കുകയാണ്. നമ്മുടെ GD-യുടെ ക്ലാസ്സുകൾ ഈ ഒരു ലാസ്റ്റ് അതുൽ സാറിന്റെ മാത്സ് ക്ലാസ്സോടുകൂടി അവസാനിക്കുകയാണ്. ശരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ അറിയിക്കാൻ ശ്രമിക്കുക. ദിശ അക്കാഡമി എടുത്ത എഫേർട്ട് നിങ്ങൾ എന്നും കൂടെ ഉണ്ടാവും എന്ന വിശ്വാസത്തോടു കൂടിയാണ്. നിങ്ങളുടെ സ്നേഹവും ഇഷ്ടവും എല്ലാം നിങ്ങൾ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ മാർക്കുകൾ, കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസ് എല്ലാം അറിയിക്കാൻ ശ്രമിക്കുക. ഓക്കെ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേ മക്കളെ? ഇതെല്ലാവരും സിമ്പിൾ ആയിട്ട് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് ഇനി സമയം തരാൻ പോവാ. എന്താ? ഇതാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഇനി സിമ്പിൾ ആയിട്ട് മാർക്ക് ചെയ്യുന്നത് നമുക്ക് മാർക്ക് ചെയ്യാം. എച്ച് ഡോളർ ഐ. എന്തോ എച്ച് ഡോളർ ഐ എന്ന് പറഞ്ഞാൽ ഡോളർ ഇവിടെ എന്തിനാ കാണിക്കുന്നത്? എച്ച് ഈസ് ദ മദർ ഓഫ്, എച്ച് ഈസ് ദ മദർ ഓഫ് ഐ. എച്ച് ഈസ് ദ മദർ ഓഫ് ഐ നല്ലേടാ. സിമ്പിൾ ആയിട്ട് മാർക്ക് ചെയ്തോ. ആണ് എഫ് ഈസ് ദ മദർ ഓഫ് ജി. അപ്പൊ നമ്മൾ ഇവിടെ എന്താ മാർക്ക് ചെയ്യണ്ടേ? എച്ച് ഈസ് ദ മദർ ഓഫ് ഐ. അപ്പൊ ഇത്രയും അങ്ങ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഐ പ്ലസ് ജെ. എന്താണ് ഐ പ്ലസ് ജെ? ഐ ഈസ് ദ ഫാദർ ഓഫ് ജെ. ഐ ഈസ് ദ ഫാദർ ഓഫ് ജെ. അപ്പൊ ജെ ഇപ്പൊ ഇവിടെ അല്ലേ വരേണ്ടത്? ഫാദർ എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലേ വരേണ്ടത്? അല്ലേ? ഐ ഈസ് ദ ഐ ഈസ് ദ ഫാദർ ഓഫ്, ഐ ഈസ് ദ ഫാദർ ഓഫ് ജെ എന്നാണ്. സോറി, അപ്പൊ നമുക്ക് മാറിപ്പോയി. അതൊന്ന് ഒന്നുകൂടെ ഒന്ന് വരയ്ക്കാം. ഓക്കെ, ഒന്ന് റൈസ് ചെയ്തിട്ട് വരയ്ക്കാം. ആദ്യം എന്താ നമുക്ക് മാർക്ക് ചെയ്യണ്ടേ? ഇത് ഫുള്ളിലെ എച്ച് ഡോളർ ഐ എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് ഈസ് ദ മദർ ഓഫ്, എച്ച് ഈസ് ദ മദർ ഓഫ് ഐ. എച്ച് ഈസ് ദ മദർ ഓഫ് ഐ. രണ്ടാമത് എന്താ പറഞ്ഞേക്കുന്നത്? ഐ പ്ലസ് ജെ എന്ന് പറഞ്ഞാൽ ഐ ഈസ് ദ ഫാദർ ഓഫ് ജെ. ജെ, ഐ ഈസ് ദ ഫാദർ ഓഫ് ജെ. ഓക്കെ, ഐ ഈസ് ദ ഫാദർ ഓഫ് ജെ. ഇനി എന്താണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്? ജെ മൈനസ് കെ. എന്താണ് ജെ മൈനസ് കെ എന്ന് പറയുന്നത്? ജെ ഈസ് ദ ബ്രദർ ഓഫ് കെ. 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 അപ്പൊ ഡയഗ്രം കഴിഞ്ഞു. സിമ്പിൾ ആയിട്ട് ഡയഗ്രം കഴിഞ്ഞു. ഇനി എന്താ നമുക്കറിയേണ്ടത്? ഹൗ ഈസ് എച്ച് റിലേറ്റഡ് ടു കെ. എച്ച് റിലേറ്റഡ് ടു കെ എന്ന് പറഞ്ഞാൽ എന്റെ മക്കളമാര് പറഞ്ഞ എന്താ എച്ച് റിലേറ്റഡ് ടു കെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കെയുടെ ആരാണ് എച്ച് എന്നാണ്. കെയുടെ ആരാണ് എച്ച്? ആരോ ഇങ്ങോട്ടാ പോകുന്നത്. കെയുടെ ആരാണ് എച്ച്? കെയുടെ ആരാ എച്ച്? പറഞ്ഞേ. കെയുടെ പെറ്റേണൽ. പെറ്റേണൽ എന്ന് പറഞ്ഞാൽ കെയുടെ അച്ഛന്റെ അമ്മ. അപ്പൊ എന്താണ് പെറ്റേണൽ? അച്ഛന്റെ അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? പെറ്റേണൽ ചേർത്ത് പറയും. അമ്മയുടെ അമ്മയായിരുന്നെങ്കിലോ മെറ്റേണൽ ചേർത്ത് പറയും. അപ്പൊ പെറ്റേണലും മെറ്റേണലും മനസ്സിലായിക്കോളുക. പെറ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അച്ഛനുമായി ബന്ധപ്പെട്ട റിലേഷനാണ്. മെറ്റേണൽ എന്ന് പറഞ്ഞാൽ അമ്മ. അപ്പൊ കെയുടെ അച്ഛന്റെ അമ്മ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പെറ്റേണൽ ഗ്രാൻഡ് മദർ എന്ന് ഉത്തരം പറഞ്ഞത്. സംഭവം ക്ലിയർ ആയല്ലോ. സോ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയിക്കോ.
ഡി പ്ലസ് ഇ. നിങ്ങൾക്ക് തന്നെ ഇത് വരയ്ക്കാമെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ വരച്ച് എനിക്ക് ഉത്തരം പറഞ്ഞു തരണം സിമ്പിളായിട്ട്. ഞാൻ പറഞ്ഞ ഈ ഒരു സംഭവം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരച്ച് പറഞ്ഞു തരാൻ പറ്റുന്നതേ ഉള്ളൂ. ഒന്ന് പറഞ്ഞോ, എന്താണ് വരുന്നത്? എൽ ഡിവൈഡഡ് ബൈ ആർ എന്ന് പറഞ്ഞാൽ എന്ത് ഇതാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഇതിനകത്തോട്ട് മാത്രം ശ്രദ്ധിക്കുക. ഈ കിടക്കുന്ന സിമ്പിൾ ഉപയോഗിച്ച് എൽ ഡിവൈഡഡ് ബൈ ആർ എന്ന് വെച്ചാൽ എൽ ഈസ് ദ ഡോട്ടർ ഓഫ് ആർ. എൽ ഈസ് ദ ഡോട്ടർ ഓഫ് ആർ. എൽ ആറിന്റെ ഡോട്ടർ ആണ്. എൽ ഈസ് ദ ഡി ഈസ് ദ ഡോട്ടർ ഓഫ് ഇ എന്ന് പറയുമ്പോൾ എൽ ഈസ് ദ ഡോട്ടർ ഓഫ് ആർ. ഇനി ആർ പ്ലസ് ടി എന്താ? ആർ ഈസ് ദ സിസ്റ്റർ ഓഫ് ടി. ആർ ഈസ് ദ സിസ്റ്റർ ഓഫ് ടി. ഓക്കെ, അത് മാർക്ക് ചെയ്തു. ആർ ഈസ് ദ സിസ്റ്റർ ഓഫ് ടി. ഇനി ടി ഡിവൈഡ് ബൈ എസ് എന്താ? ടി ഡിവൈഡ് ബൈ എസ് ടി ഈസ് ദ ഡോട്ടർ ഓഫ് ഡബ്ല്യു. ടി ഡിവൈഡഡ് ബൈ ടി ഈസ് ദ ഡോട്ടർ ഓഫ് ഡബ്ല്യു. ഇനി എന്താ? ഡബ്ല്യു മൈനസ് എം. എന്താണ് ഡബ്ല്യു മൈനസ് എം എന്ന് വെച്ചാൽ ഡബ്ല്യു ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ഡബ്ല്യു ഈസ് ദ ഹസ്ബൻഡ് ഓഫ് എം. ഡബ്ല്യു ഈസ് ദ ഹസ്ബൻഡ് ഓഫ് എന്താണ്? എം. ക്ലിയർ ആണോ? ഇനി എന്താ ക്വസ്റ്റ്യൻ? ഹൗ ഈസ് ടി റിലേറ്റഡ് ടു എൽ? ഹൗ ഈസ് ടി റിലേറ്റഡ് ടു എൽ? സിമ്പിൾ ആയിട്ട് പറയാമല്ലോ. എന്താണ് ടി റിലേറ്റഡ് ടു എൽ എന്ന് വെച്ചാൽ എല്ലിന്റെ ആരാണ് ടി എന്നല്ലടാ. എല്ലിന്റെ ആരാ ടി? എല്ലിന്റെ അമ്മയുടെ എന്താണ്? സിസ്റ്ററാണ് അല്ലേ? മദറിന്റെ സിസ്റ്റർ അല്ലേ? എല്ലിന്റെ അമ്മയാണ് ആറിന്റെ സിസ്റ്ററാണ് ടി. അപ്പം മദർ സിസ്റ്റർ അല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം മദർ സിസ്റ്റർ എന്ന് കിട്ടി. ഉത്തരം ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ, ഇതാ അടുത്ത ക്വസ്റ്റ്യൻ. ഇനി എ ഹാഷ് ബി. എന്താണ് എ ഹാഷ് ബി? ബി ഈസ് ദ സിസ്റ്റർ ഓഫ് എ. അത് നമ്മളിന്ന് വായിക്കണമെന്നില്ല, നമുക്ക് ഇതിലേക്ക് അങ്ങ് പോയാൽ മതി. നമുക്ക് നേരെ ഇതിലോട്ട് അങ്ങ് പോവാം. എ ഡോളർ ബി. എ ഡോളർ ബി എന്ന് വെച്ചാൽ എന്താ? ഇവിടെ തിരിഞ്ഞാണ് വരുന്നത്. ഇവിടെ തിരിഞ്ഞാണ് വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. എ ഡോളർ ബി എന്ന് വെച്ചാൽ ബി ഈസ് ദ ഹസ്ബൻഡ് ഓഫ് എ. ബി ഈസ് ദ ഹസ്ബൻഡ് ഓഫ് എ. ക്ലിയർ ആണല്ലോ? ബി ഈസ് ദ ഹസ്ബൻഡ് ഓഫ് എ. ഇനി എന്താ? ഇവിടെ തിരിഞ്ഞാ വരുന്നത്. സി പെർസെന്റ് ബി പെർസെന്റേജ് സി എന്ന് പറയുമ്പോൾ സി ഈസ് ദ ഡോട്ടർ ഓഫ് ബി. സി ഈസ് ദ ഡോട്ടർ ഓഫ് ബി. സി എന്ന് പറയുന്നത് ബിയുടെ ഡോട്ടർ ആണ്. ഇനി അടുത്തത് ഇതെന്താ? ഇങ്ങോട്ടാണ് വരുന്നത്. സി ഹാഷ് ഡി. സി ഹാഷ് ഡി എന്ന് പറയുമ്പോൾ എന്താണ്? ഡി ഈസ് ദ സിസ്റ്റർ ഓഫ് സി. ഡി ഈസ് ദ സിസ്റ്റർ ഓഫ് സി. ഡി ഈസ് ദ സിസ്റ്റർ ഓഫ് സി. അതും ഓക്കെ. ഇനി എന്താണ്? ഇ അറ്റ് ഡി. ഇ അറ്റ് ഡി. ഡി അറ്റ് ഇ. ഡി അറ്റ് ഇ എന്ന് പറയുമ്പോൾ തിരിച്ചാണ് വരേണ്ടത്. എന്താണ്? ഇ ഈസ് ദ ബ്രദർ ഓഫ് ഡി. ഇ ഈസ് ദ ബ്രദർ ഓഫ് ഡി. ഡയഗ്രാം വൃത്തിയായിട്ട് വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കണം ഹൗ ഈസ് ഇ റിലേറ്റഡ് ടു എ എന്ന് വെച്ചാൽ എയുടെ ആരാണ് ഇ? എയുടെ ആരാണ് ഇ? എയുടെ മകനല്ലേ? കാരണം എയ്ക്കും ബിക്കും 2 പെൺകുട്ടികളും ഒരാൺകുട്ടിയുമാണ് ഉള്ളത്. കണ്ടോ, താഴത്തെ ജനറേഷനാണ്. അപ്പം എയുടെ സണ്ണ്. ഉത്തരമുണ്ട്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായോ? ഇനി ബ്ലഡ് റിലേഷൻ മനസ്സിലായില്ല എന്ന് ആരും പറയരുത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെ വരയ്ക്കണം എന്നുള്ള ഐഡിയ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് മക്കളെ, നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്യ്. എന്താണ്? ഇതിലേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ അത് വേറെ ഒന്നും ശ്രദ്ധിക്കണ്ട. എൻ ഇൻറ്റു എൽ. ആദ്യം എൻ ഇൻറ്റു എൽ. എൻ ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി എന്താ? എൻ ഈസ് ദ എയും ബി ഒന്നും ചിന്തിക്കണ്ട. ഇൻറ്റു എന്തിനെ കാണിക്കുന്നത് ചിന്തിച്ചാൽ മതി. ഇൻറ്റു എന്തിനെ കാണിക്കുന്നത്? മൾട്ടിപ്ലിക്കേഷൻ സിമ്പൽ. എൻ ഈസ് ദ ബ്രദർ ഓഫ് എൽ. എൻ ഈസ് ദ ബ്രദർ ഓഫ് എൽ. ഇനി എൽ മൈനസ് ടി. എൽ മൈനസ് ടി എന്താ? എൽ ഈസ് ദ എയും ബിയും കളഞ്ഞത്. എൽ ഈസ് ദ ഫാദർ ഓഫ് ടി. എൽ ഈസ് ദ ഫാദർ ഓഫ് ടി. സിമ്പിൾ ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി ടി ആൻഡ് ജി. അപ്പൊ ആൻഡ് എന്തിനെ കാണിക്കുന്നത് നോക്ക്. ടി ഈസ് ദ ഡോട്ടർ ഓഫ് ജി. ടി ഈസ് ദ ഡോട്ടർ ഓഫ് ജി എന്ന് പറയുമ്പോൾ അച്ഛൻ ഇതായതുകൊണ്ട് അമ്മ ഇത് വരും. ഇനി ജി പ്ലസ് വി. എന്താണ് ജി പ്ലസ് വി? ജി ഈസ് ദ മദർ ഓഫ് വി. ജി ഈസ് ദ മദർ ഓഫ് വി എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എൻ റിലേറ്റഡ് ടു വി. വിയുടെ ആരാണ് എൻ എന്നാണ്. എൻ റിലേറ്റഡ് ടു വി എന്ന് വെച്ചാൽ വിയുടെ ആരാണ്. റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. വിയുടെ ആരാണ് എൻ? വിയുടെ ആരാ? അച്ഛൻ്റെ സഹോദരൻ, ഫാദറിന്റെ ബ്രദർ. കൃത്യമായിട്ട് ഉത്തരം ഫാദേഴ്സ് ബ്രദർ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. തർക്കങ്ങളൊന്നുമില്ല. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഉത്തരം മാത്രം. കത്തിയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ.
പറഞ്ഞ മക്കളെ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കത്തിച്ചെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ, ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിൻ്റെ ഉത്തരവും അതുപോലെ ലളിതമായി കണ്ടുപിടിക്കുക. എന്താണ് സിമ്പിളായിട്ട് കണ്ടുപിടിച്ചേ? എന്താ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് പറയണം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനകത്തൊരു പ്രത്യേകതയുണ്ട്. എന്താ പറയുമ്പോൾ എ അറ്റ് ബി എന്ന് വെച്ചാൽ എ ഈസ് ദ സൺ ഓഫ് ബി എന്നാണ്. എ ആൻഡ് ബി എന്ന് വെച്ചാൽ എ ഈസ് ദ മദർ ഓഫ് ബി എന്നാണ്. എ ഹാഷ് ബി എന്ന് വെച്ചാൽ എ ഈസ് ദ ഡോട്ടർ. 3 സിമ്പിളുകളെ തന്നിട്ടുള്ളൂ. വിച്ച് ഓഫ് ദ ആർ ഈസ് ദ സിസ്റ്റർ ഓഫ് പി വരുന്ന റിലേഷൻ ഇതിൽ ഏതാണ്? ആർ ഈസ് ദ. അപ്പൊ ഇത് വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആർ ഈസ് ദ സിസ്റ്റർ ഓഫ് പി എന്ന് പറയുമ്പോൾ ആറിന്റെ ജെൻഡർ എന്താ? മൈനസ് ആണ് വരേണ്ടത്. കറക്റ്റ് ആണോ? ആർ ഈസ് ദ സിസ്റ്റർ ഓഫ്. അപ്പൊ ആറിന്റെ ജെൻഡർ മൈനസ് ആണ്. അപ്പൊ നമുക്ക് ഈ ഓപ്ഷനുകളിലേക്ക് നോക്കാം. ആർ അറ്റ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ഈസ് ദ സൺ ഓഫ് എസ് എന്നല്ലേ അർത്ഥം? അപ്പോഴേ ആറ് മെയിൽ ആണെന്നല്ലേ വന്നത്? തെറ്റല്ലേ വരുന്നത്? രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക, പെട്ടെന്ന് കട്ട് ചെയ്യാം. ആർ അറ്റ് എസ് എന്ന് പറഞ്ഞാൽ ആർ ഈസ് ദ സൺ ഓഫ് എസ്. അപ്പോഴേ ഇത് കട്ട് ചെയ്ത് കളഞ്ഞൂടെ? ഇനി ഇവിടോട്ട് നോക്കൂ, ആർ ഹാഷ് എസ് എന്താണ്? ആർ ഈസ് ദ ഡോട്ടർ. അപ്പൊ അവിടെ ആറ് പെൺകുട്ടിയാണ് അല്ലെങ്കിൽ വുമൺ ആണ്. ആർ ഹാഷ് എസ് അവിടെയും വുമൺ ആണ്. അപ്പോൾ ഓപ്ഷൻ 3 or 4 ആണ്. ഇത് രണ്ടും ചെയ്തു നോക്കേണ്ട കാര്യമില്ല. ഓപ്ഷൻ കട്ട് ചെയ്തത് മനസ്സിലായല്ലോ. അപ്പൊ ജെൻഡർ വെച്ചിട്ടാണ് ഞാനത് കട്ട് ചെയ്തത്. ഇനി നമുക്ക് പെട്ടെന്ന് നോക്കാം. പി ഹാഷ് ക്യൂ എന്താണ്? പി ഈസ് ദ ഡോട്ടർ ഓഫ് പി ഹാഷ് ക്യൂ എന്ന് വെച്ചാൽ പി ഈസ് ദ ഡോട്ടർ ഓഫ് ക്യൂ. പി ക്യൂവിന്റെ ഡോട്ടറാണ്. പി ഈസ് ദ ഡോട്ടർ ഓഫ് ക്യൂ. ക്യൂ അറ്റ് ആർ എന്താണ്? ക്യൂ അറ്റ് ആർ എന്ന് പറയുന്നത് ക്യൂ ഈസ് ദ സൺ ഓഫ് ആർ. ക്യൂ ഈസ് ദ സൺ ഓഫ് ആർ. Q is the son of R. Clear. R hash S എന്താണ്? R hash S R is the daughter of S. R is the daughter of S. ഓക്കെ, ക്ലിയർ. ഇങ്ങനെയാണ് വരുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ വരച്ചപ്പോൾ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ? പി ഒന്നാമത്തെ ജനറേഷൻ, രണ്ടാമത്തെ ജനറേഷൻ, മൂന്നാമത്തെ ജനറേഷൻ, നാലാമത്തെ ജനറേഷൻ. ക്വസ്റ്റ്യൻ എന്താണ്? ആർ ഈസ് എ സിസ്റ്റർ ഓഫ് പി. ഇതല്ല എന്ന് ഇവിടെ ഒരിക്കലും അങ്ങനെയല്ലോ. ജനറേഷനുകളിലല്ലേ വരുന്നത്. ബ്രദർ സിസ്റ്റർ ആകുമ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ വരണ്ടേ? അപ്പോഴേ ഇത് തള്ളി. അടുത്ത ഓപ്ഷനിലേക്ക് പോയേ. എന്താണ്? പി അറ്റ് ക്യൂ. പി അറ്റ് ക്യൂ എന്താണ്? പി ഈസ് ദ സൺ ഓഫ് ക്യൂ. ക്ലിയർ. പി ഈസ് ദ സൺ ഓഫ് ക്യൂ. പിന്നെന്താ? ക്യൂ ആൻഡ് ആർ. ക്യൂ ഈസ് ദ മദർ ഓഫ് ആർ. ക്യൂ ഈസ് ദ മദർ ഓഫ് ആർ. ക്യൂ ഈസ് ദ. അപ്പൊ ക്യൂ ഇവിടെ ആണ്, മദർ ഓഫ് ആർ ആണ്. അപ്പൊ പി സൺ ആയതുകൊണ്ട് തന്നെ മദർ ഓഫ് ആർ ആണ്. ഇനി എന്താ? ആർ ഈസ് ദ ഡോട്ടർ ഓഫ് എസ് അല്ലേ? ആർ ഹാഷ് എസ് എന്ന് വെച്ചാൽ ആർ ഈസ് ദ ഡോട്ടർ ഓഫ് എസ്. ആർ ഈസ് ദ ഡോട്ടർ ഓഫ് എസ്. മദർ ഇതായതുകൊണ്ട് എസ് എന്താണ് വരുന്നത്? അച്ഛനാണ് വരുന്നത്. സിമ്പിൾ ആണ്. നാലാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ്. ആർ ഈസ് ദ സിസ്റ്റർ ഓഫ് പി ഈ ഡയഗ്രത്തിൽ കറക്റ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാലാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ഉത്തരം. സംഭവം കത്തിയോ? അപ്പോൾ ഓപ്ഷൻ കട്ട് ചെയ്ത് അതിൽ നിന്ന് കൃത്യമായി ആൻസറിൽ എത്താൻ സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു പാടുമില്ല, നിസാരമായിട്ട് ചെയ്യാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടോ. ദാ എ പ്ലസ് ബി മീൻസ് ബി ഈസ് ദ ഫാ. നിങ്ങൾ ഇങ്ങോട്ടൊന്നും പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിലോട്ട് മാത്രം ശ്രദ്ധിക്ക്. എ ഹാഷ് ബി എന്താണ്? എ ഹാഷ് ബി തിരിച്ചാണ് ഇവിടെ വരുന്നത്. ആ കാര്യം ശ്രദ്ധിക്കുക. എ ഹാഷ് ബി. ബി ഈസ് ദ സിസ്റ്റർ ഓഫ് എ. ബി ഈസ് ദ സിസ്റ്റർ ഓഫ് എ. ഇനി എന്താ? സി പ്ലസ് ബി. ബി പ്ലസ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഈസ് ദ ഫാദർ ഓഫ് ബി. സി ഈസ് ദ ഫാദർ ഓഫ് ബി. അത് മാർക്ക് ചെയ്തു. അടുത്ത എന്താ? സി ആൻഡ് ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ഈസ് ദ വൈഫ് ഓഫ് സി. ഓക്കെ, ഡി ഈസ് ദ വൈഫ് ഓഫ് സി. അതും കറക്റ്റ്. ഇനി ഡി മൈനസ് ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇ ഈസ് ദ മദർ ഓഫ് ഡി. ഇ ഈസ് ദ മദർ ഓഫ് ഡി എന്ന് പറയുമ്പോൾ ഇവിടെ വരണം. ഇവിടെ വരണം. ഇ ഈസ് ദ മദർ ഓഫ് ഡി. ഇത്രയൊക്കെ ആണല്ലോ. ഹൗ ഈസ് ഇ റിലേറ്റഡ് ടു എ? എന്താണ് വരുന്നത്? ഹൗ ഈസ് ഇ റിലേറ്റഡ് ടു എ എന്താണ് വരുന്നത്? How is he related to A? B is the sister of എന്തോ ഒരു വിഷയം അവിടെ വന്നല്ലോ. ഒന്നുകൂടെ വരയ്ക്കാം നമുക്ക്. ഞാൻ റൈസ് ചെയ്തട്ടെ. എന്താണ് അവിടെ വന്നത്? ഒന്നുകൂടെ വരയ്ക്കാം. അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നു. എ ഹാഷ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബി ഈസ് ദ സിസ്റ്റർ ഓഫ് എ അല്ലേ? ബി ഈസ് ദ സിസ്റ്റർ ഓഫ് എ.
A-B ഇവിടെ തിരിഞ്ഞു വരുന്നത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. B ഈസ് ദ സിസ്റ്റർ ഓഫ് A. ഓക്കെ, ദെൻ B പ്ലസ് C. B പ്ലസ് C എന്ന് വെച്ചാൽ C ഈസ് ദ ഫാദർ ഓഫ് B. C ഈസ് ദ ഫാദർ ഓഫ് B. അതും ഓക്കെയാണ്. C ഈസ് ദ ഫാദർ ഓഫ് B ആണ്. പിന്നെന്താണ്? D ഈസ് ദ മദർ ഓഫ് അതുവരെ കറക്റ്റാണ്. D ഈസ് ദ ഓക്കെ, D ഈസ് ദ മദർ ഓഫ് C ആൻഡ് D എന്ന് പറയുമ്പം D ഈസ് ദ വൈഫ് ഓഫ് C. ഓക്കെ, അതും ഓക്കെയാണ്. D മൈനസ് E E ഈസ് ദ മദർ ഓഫ് D. E ഈസ് ദ മദർ ഓഫ് D ആയിരുന്നു, സോറി, E ഈസ് ദ മദർ ഓഫ് D. അപ്പോൾ ഇങ്ങനെയാണ്. ഹൗ ഈസ് A E റിലേറ്റഡ് ടു A? എയുടെ ആരാണ് E? അപ്പോൾ എയുടെ ആരാ E? എയുടെ അമ്മയുടെ അമ്മ, മദേഴ്സ് മദർ. വളരെ സിമ്പിളാണ്. വരച്ചതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക്, ആ ശ്രദ്ധിച്ച് വരയ്ക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ആ വരച്ചപ്പോൾ ഞാൻ ഇവിടെ ആയിപ്പോയി വരച്ചത്, അതാണ് തെറ്റ്. എ എന്നുള്ള ഇതിനകത്ത് എ വെച്ചിട്ട് ഞാൻ ഇവിടെ അങ്ങ് എടുത്തു. പറഞ്ഞാൽ മനസ്സിലാകും. ഇതിലെ എ വെച്ചിട്ട് ഞാൻ ഇവിടെ അങ്ങ് എടുത്തു. പക്ഷേ ലാസ്റ്റ് എന്താ? D മൈനസ് E എന്ന് വെച്ചാൽ E ഈസ് ദ മദർ ഓഫ് D എന്നാണ്. E ഈസ് ദ മദർ ഓഫ് D എന്നാണ് എടുക്കേണ്ടത്. ഞാൻ എന്താണ് എടുത്തത്? E ഈസ് ദ മദർ ഓഫ് A എന്നങ്ങ് എടുത്ത്. അല്ല, അങ്ങനെ അങ്ങ് എടുത്ത്. അപ്പോൾ ഉണ്ടായ മിസ്റ്റേക്കാണ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാം ഇത്രയും നിങ്ങൾ കറക്റ്റായിട്ട് എടുത്തു മതി. A-B വേണേൽ വരച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞു വരുന്നത് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കോണം. A-B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടാണ് B ഈസ് ദ സിസ്റ്റർ ഓഫ് A. രണ്ട് B പ്ലസ് C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുന്നു C ഈസ് ദ ഫാദർ ഓഫ് B. അത് മാർക്ക് ചെയ്തു. പിന്നെന്താണ്? C ആൻഡ് D എന്ന് വെച്ച് കഴിഞ്ഞാൽ D ഈസ് ദ വൈഫ് ഓഫ് C. അത് മാർക്ക് ചെയ്തു. D മൈനസ് E എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? E ഈസ് ദ മദർ ഓഫ് D. സിമ്പിളായിട്ട് ഉത്തരം കിട്ടി. എയുടെ ആരാണ് E എന്നാണ് ചോദിച്ചത്. എയുടെ അമ്മയുടെ അമ്മ അല്ലേ? എയുടെ അമ്മയുടെ അമ്മ. സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം കിട്ടി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്തില്ല എങ്കിൽ ഒരു പക്ഷേ മിസ്റ്റേക്ക് വരാൻ നല്ല ചാൻസ് ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? ഇതിലേക്ക് മാത്രം നോക്കിയാൽ മതി. ഇവിടെയും തിരിഞ്ഞു വരുന്ന രീതിയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ആ രീതി ചെയ്യാൻ കിട്ടി. A-B എന്ന് പറഞ്ഞാൽ എന്താ? B ഈസ് ദ സിസ്റ്റർ ഓഫ് A. പിന്നെന്താണ്? B അറ്റ് C. എന്താണ് B അറ്റ് C എന്ന് പറഞ്ഞാൽ? B അറ്റ് C എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? C ഈസ് ദ ബ്രദർ ഓഫ് B. ഇനി C പെർസെൻറ്റേജ് D. എന്താണ് C പെർസെൻറ്റേജ് D? D ഈസ് ദ ഡോട്ടർ ഓഫ് C. പിന്നെന്താ വന്നേ? D പ്ലസ് E. എന്താണ് D പ്ലസ് E? E ഈസ് ദ മദർ ഓഫ് D. എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഹൗ ഈസ് E റിലേറ്റഡ് ടു A? എന്താണ് E റിലേറ്റഡ്? എയുടെ ആരാണ് E? എയുടെ ഇവിടെ വെച്ച് നമ്മൾ ഇത് വെച്ച് നോക്കിയാൽ മതി. എയുടെ ബ്രദറിൻ്റെ വൈഫ് ഉണ്ട്. ബ്രദർസ് വൈഫ് എന്നുള്ളൊരു ഓപ്ഷനകത്തുണ്ട്. ഈസ് ക്ലിയർ. ഓപ്ഷൻ D ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കണം. ഓപ്ഷനകത്ത് നമ്മുടെ ആൻസർ കാണുന്നില്ല എങ്കിൽ ഒന്നുകൂടി, ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ചെയ്ത ക്വസ്റ്റിനകത്ത് വന്നതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ ഒന്നുകൂടി ഒന്ന് വരച്ച് നോക്കുക. പെട്ടെന്ന് തന്നെ ക്ലിയർ ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പം ഒരിക്കൽ കൂടെ വളരെ സ്നേഹത്തോടു കൂടി എല്ലാവർക്കും എക്സാമിന് നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. ദിശ അക്കാഡമി ഏകദേശം 5-6 മാസങ്ങൾ നിങ്ങളുടെ ഒപ്പം സഞ്ചരിച്ചു. അക്കാഡമിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്ലാസ്സുകൾ അത് നമ്മുടെ കുറേ ആൾക്കാർ പ്ലേലിസ്റ്റിൽ പോയി നോക്കുമ്പോൾ വീഡിയോസ് കാണുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അവരോട് പറയുന്നു, ലൈവ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ യൂട്യൂബിൻ്റെ ചാനൽ എടുക്കുമ്പോൾ കാണാൻ പറ്റും. ലൈവിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കാഡമി SSC GD വേണ്ടി പ്രൊവൈഡ് ചെയ്ത ക്ലാസ്സുകൾ കാണാം. ഇപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സുകളെക്കാൾ കൂടുതൽ ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ എന്തിനു വേണ്ടി പ്രൊവൈഡ് ചെയ്തത്? 2023-24 SSC GD എക്സാമിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ലൈവിൽ മാരത്തോൺ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റുകളുടെയും ക്ലാസ്സുകൾ, വളരെ ഡീറ്റെയിൽ ആയിട്ട് റിവിഷൻ ക്ലാസ്സുകൾ എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങളുടെ കമൻറ്റുകളിലൂടെയും നിങ്ങളുടെ ലൈക്കുകളിലൂടെയും നിങ്ങളുടെ ഷെയറുകളിലൂടെയും ഒക്കെ നിങ്ങൾ നമ്മളുടെ അധ്യാപകരെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക. എല്ലാ അധ്യാപകരും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് നിങ്ങളുടെ ക്ലാസ്സുകൾ തന്നത്. നമ്മളുടെ അതുൽ സാറിൻ്റെ ക്ലാസ്സോടുകൂടി
നമ്മുടെ 8 മണിക്കുള്ള മാത്സിൻ്റെ ലൈവ് ക്ലാസ്സോടുകൂടി GD എക്സാമിൻ്റെ 2023-2024 ക്ലാസ്സുകൾ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല വിജയാശംസകൾ നേരുന്നു. മാക്സിമം മാർക്ക് നേടുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം പരീക്ഷയ്ക്ക് പോവുക. കഷ്ടിച്ച് പാസ് മാർക്ക് മേടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്യുക. വരും ദിവസങ്ങളിൽ അനാലിസിസ് വീഡിയോസുമായി പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനും പിന്നെ വരുന്ന ഷിഫ്റ്റിലുള്ള ആളുകൾക്ക് അതിൻ്റെ പ്രയോജനം എത്തിക്കാനും ഒക്കെയായിട്ട് ദിശ അക്കാഡമിയുടെ ലൈവ് എക്സാം അനാലിസിസ് സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.